ആഗസ്റ്റ് 1 നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഷമം ഈ അനുസ്മരണ പരിപാടിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് പഠനത്തിൽ മികവ് പുലർത്തിയിരിക്കുന്ന കുട്ടികൾക്കുള്ള അംഗീകാരം നൽകുന്ന ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ രമേശൻ കൈമ്പാലം, സ്വാഗതം ആശംസിച്ച ശ്രീ രാജേഷ്, അനുസ്മരണ ഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നഗർ കാര്യവാഹ് ശ്രീ ധനേഷ് ഒളവണ്ണ, ശ്രീ സബീഷ് കെ പി, കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സാദര നമസ്കാരം. ഇന്നത്തെ വാക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ളതും അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ കാലങ്ങൾക്കിപ്പുറവും വർഷങ്ങൾക്കിപ്പുറവും ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് സാധിച്ചു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. ഓർമ്മകൾക്ക് മരണമില്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി. ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്ന സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന ഒരുപാട് ചിന്തകള് വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് ഉദാഹരണമായി കാണിച്ച് തന്നിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കിവിടെ ഓർമ്മിക്കാതെ വയ്യ. ഒരു പ്രദേശം ഒന്നാകെ വിതുമ്പി നിന്നിരുന്ന ഒരു സാഹചര്യം, ആ പ്രദേശം ഒന്നാകെ ഇത്തരം അനുസ്മരണ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ വരും തലമുറയ്ക്ക് അതൊരു വഴികാട്ടി കൂടിയാണ്. കാരണം എല്ലാം യൂസ് ആൻഡ് ത്രോയിന്റെ ഒരു ജനറേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജെൻസി തലമുറ അല്ലെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികള് എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ജെൻസിയെ കുറിച്ചാണ്. ആ ജെൻസി എന്ന് പറയുമ്പോഴും ഇപ്പോ കാണുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇതിന് മുൻപുണ്ടായിരുന്നത് എന്താണ് എന്ന് ചിന്തിക്കാതെ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പൈതൃകം എന്തായിരുന്നു, സംസ്കാരം എന്തായിരുന്നു, എന്താണ് നമ്മുടെ നാടിന്റെ ഭാവി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ കുട്ടികളെ, യുവതലമുറ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇല്ല, ഇത് ബൾക്കായിട്ടുള്ള വിതരണം നടക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ തോതിൽ ഓരോ വീടുകളിലേക്കും ഓരോ കുട്ടികളുടെ കൈകളിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് മുൻപൊക്കെ എനിക്കറിയാം, എൻ്റെ അച്ഛൻ സിഗരറ്റ് വലിക്കായിരുന്നു. അപ്പൊ വല്യച്ഛനെ കാണുന്ന സമയത്ത് വേഗം അതെടുത്ത് പുറകിലേക്ക് വെക്കും. കാരണം അത് ബഹുമാനം കൊണ്ടാണ്. അച്ഛൻ സിഗരറ്റ് വലിക്കും എന്നുള്ളത് വല്യച്ഛനും അറിയാം, പക്ഷെ അവരുടെ മുന്നിൽ നിന്ന് അത് ചെയ്യാനുള്ളൊരു മടി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അതിന് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നു. അവിടെയാണ് ഈ അനുമോദന പരിപാടികളുടെയൊക്കെ പ്രാധാന്യം. അതായത് കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത് അത് ആ കുട്ടികളുടെ മാത്രം വിജയമല്ല, ഒരു സമൂഹത്തിന്റെ വിജയമാണ്, ഒരു പ്രദേശത്തിന്റെ വിജയമാണ്, ഒരു പറ്റം ആളുകളുടെ വിജയമാണ്. തീർച്ചയായിട്ടും അവരെ പഠിപ്പിച്ച് വലുതാക്കി വിദ്യാഭ്യാസ സമ്പന്നരാക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അങ്ങനെ അവർ വിജയിച്ചു വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് അതിന്റെ പങ്ക് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹവും എത്തിച്ചേരുന്നത്. അപ്പൊ ഒരു കുട്ടി വിജയിക്കുന്ന സമയത്ത് അത് ഈ പ്രദേശത്തിന്റെ വിജയമാണ് എന്നുള്ളത് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തും. അത് ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ എല്ലാ പരിപാടികളും നടത്തുമ്പോൾ അതെല്ലാം തന്നെ ഇന്ന് കുഞ്ഞുമക്കളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബോധ്യം വരികയാണ്, ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അച്ഛനും അമ്മയ്ക്കും മാത്രം അവകാശപ്പെട്ടതല്ല ഞങ്ങളുടെ വിജയം. ഞങ്ങളുടെ വിജയമായാലും പരാജയമായാലും അദ്ദേഹം ഒരു മാതൃകാ സ്വയംസേവനായിരുന്നു. മാതൃകാ സ്വയംസേന എന്ന് പറയുമ്പോൾ സംഘത്തിന്റെ പ്രവർത്തനവും കൂടെ സമാജകാര്യവും കൂടാതെ കുടുംബ കാര്യങ്ങളും നല്ല ചിട്ടയായ രീതിയിൽ നടത്തുന്ന ആളുകളാണ് സംഘത്തിന്റെ രീതിയിലെ മാതൃകാ സ്വയംസേവകർ. സംഘത്തിന്റെ ഓരോ ശിബിരങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ നമ്മോട് പറയുന്ന കാര്യമാണ്, നമ്മുടെ സമൂഹത്തിലെ ആളുകളോടും അല്ലെങ്കിൽ സംഘ കാര്യകർത്താക്കളുമായി അഭിസംബോധന ചെയ്യുമ്പോൾ പേരിൻ്റെ കൂടെ
ജി ജി എന്നൊരു വാക്ക് ചേർക്കണമെന്ന്. സത്യത്തിൽ വിജിത്തേട്ടൻ ആ ഒരു കാര്യം, നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന സംഘത്തിൻ്റെ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇത്ര കാലമായിട്ടും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യം വിജിത്തേട്ടന് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാവരോടും, മുതിർന്ന ആളായാലും ചെറിയ ആളുകളായാലും അയാൾ അഭിസംബോധന ചെയ്യാൻ ജി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. കൂടാതെ ഒട്ടനവധി കാര്യക്രമങ്ങൾ വളരെ സജീവമായിരുന്നൊരു വ്യക്തിയാണ് വിജിത്തേട്ടൻ. കുട്ടികളെ കാര്യമായാലും കുട്ടികളെയൊക്കെ കുറിച്ച് വളരെയധികം ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വരും കാലങ്ങളിൽ അവരായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള വളരെ വ്യക്തമായ ദീർഘവീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഒരു ചേരിപ്പാടം എന്നുള്ള സമൂഹത്തിൽ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം സംഘകാര്യത്തിനായാലും സംഘേതര പ്രവർത്തനത്തിനായാലും സ്വന്തം ജീവിതം നോക്കുന്നത് പോലെ തന്നെ സമാജകാര്യത്തിലും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയൊരു വ്യക്തിത്വമായിരുന്നു വിജിത്തേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ പരിപാടി ഏതാണ്ട് 4 വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യക്രമം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യക്രമം, വ്യക്തി നിർമ്മാണം എന്ന പ്രക്രിയ, സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനം, അത് വളരെ ചിട്ടയായി നടത്തിക്കൊണ്ടുപോകണമെന്ന ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു കാര്യക്രമം ഇവിടെയുള്ള യുവതലമുറയ്ക്കും പ്രചോദനമാവുന്ന രീതിയിൽ വരും വർഷങ്ങളിലും ഇതുപോലുള്ള വലിയ അനുസ്മരണ പരിപാടികളും അദ്ദേഹം മാർഗം നൽകി മുന്നോട്ട് വെച്ച എല്ലാ സംഘകാര്യങ്ങളും വിവിധക്ഷേത്ര പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ചേരിപ്പാടം പ്രദേശത്തെ ക്ഷീരകർഷകൻ ശ്രീ മുരളീധരൻ, കോടിയേരത്ത് മുരളീധരൻ അവരുടെ ക്ഷണിക്കുന്നു. ശ്രീ കച്ചറക്കൽ ചന്ദ്രൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുതുവീട്ടിൽ കൃഷ്ണകുട്ടി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. ഫുൾ A+ സായന്ത്, SSLC വിഭാഗം ഫുൾ A+ അഞ്ജന കെ, +2 B ശ്രീനന്ദ സി, സാരംഗ് പി, അബാക്കസ് തലത്തിൽ അബാക്കസ് നാഷണൽ ലെവലിൽ എക്സാം പാസ്സായ കുട്ടികളെ ക്ഷണിക്കുകയാണ്. ദിയ കൃഷ്ണ, ആത്മിക ജിഗേഷ്, ചിത്രരചന മത്സരം അംഗനവാടി വിഭാഗത്തിലെ 2ാം സമ്മാനം ജുവാജ. അബാഫ്
അബാസ്, വേദിക, യു പി വിഭാഗം ചിത്രരചനാ മത്സരം